എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകാം കേട്ടോ. ഇത് നമ്മൾ ബജാജിൻ്റെ CT 110 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി വരുന്നത്. വണ്ടിയുടെ നമ്മൾ ഈ ഒരു ഗിയർ ലിവറിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ആ ഓയിൽ ഡ്രെയിൻ ചെയ്യാനുള്ള നെറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ ഓയിൽ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് വർക്കാരത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇതിൽ ഓയിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്ത് വരുന്ന ഈ ഒരു നെറ്റ് നമ്മൾ 19ൻ്റെ നെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ 19ൻ്റെ നമുക്കൊരു പാനറോ അല്ലെങ്കിൽ ഒരു ബോക്സ് ടീ ഹാൻഡിലോ വെച്ചിട്ടാണ് ഊരി എടുക്കാവുന്നത്. നമ്മളിവിടെ ടീ ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടീ ഹാൻഡിൽ എടുത്തിട്ട് നമുക്ക് ഈ ഒരു നെറ്റൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിയർ ലിവർ അഴിച്ചെടുക്കുക കേട്ടോ, കുറച്ചും കൂടി നല്ലത്. എന്നാൽ ഈസി ആയിട്ട് ഈ ഒരു നെറ്റ് നിന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് അഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നെറ്റ് ഇതേപോലെ കയ്യിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫിൽറ്ററും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ആ ഓയിൽ മൊത്തമായിട്ട് പുറത്തോട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫിൽറ്റർ പ്ലെയർ വെച്ച് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലൊക്കെ ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മെയിൻ ഫിൽറ്റർ അഴിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലത്തെ 3 ബോൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അഴിച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു ബോൾട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ആ ഒരു കവർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു സ്പ്രിങ്ങോട് കൂടി ആ ഒരു ഫിൽറ്റർ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ഫിൽറ്ററിൽ നിന്ന് എടുക്കാം. ഈ ഫിൽറ്റർ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലത്തെ ഒരു ഓറിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറിങ് കൂടി എടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ക്യാപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ കമ്പനി ഓയിൽ തന്നെ കേട്ടോ. നമ്മുടെ വണ്ടിയിലുള്ളത് ഇപ്പോൾ കമ്പനി ഓയിൽ തന്നെയാണ്. അപ്പോൾ 10,000 കിലോമീറ്ററാണ് ഈ ഓയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് 10,000 ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുൻപ് തന്നെ ഇത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഓരോ തവണ ഓയിൽ മാറുന്നതിൻ്റെ കൂടെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഫിൽറ്ററും കൂടി മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫിൽറ്ററും ക്യാപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇത് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ആ ഒരു നെറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നെറ്റിൽ നമ്മൾ നൈസായിട്ടൊന്ന് പാക്കിംഗ് ബാഗ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡത്തെ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഓയിൽ ഫിൽറ്ററാണ് മാറാനുള്ളത്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഓയിൽ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കവർ എടുത്തിട്ട് നമ്മൾ ഇടാൻ പോകുക കേട്ടോ. അപ്പോൾ ഈ കവറിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ബീഡിങ് വരുന്നത് നൈസായിട്ടൊന്ന് പാക്കിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊരു മാർക്കിങ് വരുന്നുണ്ടോ കേട്ടോ, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് സെറ്റ് ആയിരിക്കുള്ളൂ. ഇനി ആ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 3 ബോൾട്ടുകൾ ഒപ്പം തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് അതിൽ സീറ്റിംഗ് ആവുള്ളൂ. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഒരു ക്യാപ്പ് അടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലത്തെ ക്യാപ്പിൽ ഈ കട്ടിങ് കൊണ്ട് അടിച്ചെടുക്കാമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മളതുകൊണ്ട് അഴിക്കാൻ ശ്രമിച്ചു, പക്ഷേ നമുക്കതുകൊണ്ട് അഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ചാണ് ഇത് അഴിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഓറിങ് കംപ്ലൈൻറ്റ് വെച്ചാൽ അതും കൂടി ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നേരെ ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 1 ലിറ്റർ ഓയിലാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്ത ഓയിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ അവസ്ഥ ഇത് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്, ഇത്രയും കറുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 10,000 കൂടുന്ന സമയത്ത് എത്രത്തോളം ഇത് ഓയിലിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.